everyone, this is Mohammad Shaju. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലെ പോയംസ് ആണ് അല്ലേ. അങ്ങനെ 5th യൂണിറ്റിലെ ടു സ്ലീപ്പ് എന്ന് പറയുന്ന പോം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 4th യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ റെക്ക് ഓഫ് ടൈറ്റാനിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ പോത്തിലേക്ക് വരാം. ദ റെക്ക് ഓഫ് ടൈറ്റാനിക് ബൈ ബെഞ്ചമിൻ പെക്കീത്ത്. ഈ പോം എഴുതിയിട്ടുള്ളത് ആരാണ്? ദ റെക്ക് ഓഫ് ടൈറ്റാനിക് ഇസ് റിട്ടൺ ബൈ ബെഞ്ചമിൻ പെക്കീത്ത് എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ പോയിന്റിന്റെ പേര് എലുജി എന്ന ഓർമ്മയിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ഓർമ്മയില്ലെങ്കിൽ വിട്ടേക്ക്, കുഴപ്പമില്ല. ദ പോം പ്രൈസസ് ദ ഡെഡ് ഹീറോസ് ഓൺ ദ ടൈറ്റാനിക്. ടൈറ്റാനിക്കിലെ ഡെഡ് ഹീറോസിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് പോം എഴുതിയിട്ടുള്ളത്. ഡെഡ് ഹീറോസിനെ പ്രൈസ് ചെയ്തുകൊണ്ട്, അതിൽ മരിച്ച കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനെ പുകഴ്ത്തി പാടിക്കൊണ്ടാണ് ഈ ഒരു കവിത എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനി ദ തീം ഓഫ് ദ പോം ഇസ് ഷിപ്പ് റെക്ക്. ഈ പോത്തിന്റെ ഒരു തീം എന്താണ്? ഷിപ്പ് റെക്ക് ആണ്, കപ്പൽ തകർന്നതാണ്. ദ പോം ഹാസ് 4 ലൈൻ സ്റ്റാൻസാസ് ഫോം. പോം എഴുതപ്പെട്ടുള്ളത് 4 വരി സ്റ്റാൻസാസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സിമ്പിൾ. ദ റൈം സ്കീം ഇസ് AABB. പോം ഫോളോ ചെയ്യുന്നത് റൈം സ്കീം ഉണ്ട്. ഏതാണത്? AABB എന്ന് പറയുന്ന ഒരു റൈം സ്കീമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ജനറൽ ഐഡിയ ആദ്യം മനസ്സിലാക്കി വെക്കുക. ബെഞ്ചമിൻ പെക്കീത്ത് എഴുതിയ ആള് ഡെഡ് ഹീറോസിനെ പ്രൈസ് ചെയ്യുന്നതാണ് ഈ ഒരു പോം ഉള്ളത്. ഷിപ്പ് റെക്ക് ആണ് അതിന്റെ തീം. 4 വരികളുള്ള സ്റ്റാൻസാസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. AABB ആണ് അതിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ടൈറ്റാനിക് വാസ് എ ബ്രിട്ടീഷ് പാസഞ്ചർ ലൈനർ. ലൈനർ മീൻസ് ഷിപ്പാണ്. ഇതൊരു ടൈറ്റാനിക് എന്ന് പറയുന്ന ഈ ഒരു കപ്പൽ ബ്രിട്ടീഷ് പാസഞ്ചർ ഷിപ്പായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദെൻ. അന്നേ വരെ നിർമ്മിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു കപ്പലായിരുന്നു. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ അപ്രീസിയേഷൻ എഴുതാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടോ. ബെസ്റ്റ് ഷിപ്പായിരുന്നു, ബ്രിട്ടീഷ് പാസഞ്ചർ ലൈനർ ആയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ. ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അതിനെ എങ്ങനെയാണെന്നറിയോ വിശദീകരിക്കുന്നത്? അതിനെ എങ്ങനെയാണെന്നറിയോ വർണ്ണിക്കുന്നത്? ഇറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. അയണിലും അതുപോലെ തന്നെ ഉരുക്കിലും തീർത്ത ഒരു കവിതയായിട്ടാണ് പോയിറ്റ് അതിനെ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ വർണ്ണിക്കുന്നത്. ഓക്കെ, എ സീ ഡ്രീം എന്നും അദ്ദേഹം മെറ്റഫോറിക്കലി പറയാണ്. അതൊരു കടലിന്റെ ഡ്രീമായിരുന്നു. ഒരു സ്വപ്ന തുല്യമായ ഒരു വലിയ സഞ്ചാരമാണ് ആ കപ്പൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയോ, the ship made its first and last journey into the depths of Atlantic in the early morning of 15 April 1912. 1912 നമ്മുടെ 15th ഏപ്രിലാണ്. നമ്മുടെ വിഷുവില്ലേ, വിഷു 14 അല്ലെങ്കിൽ 15 ആയിട്ടാണ് സാധാരണ വരുന്നത്, ഏപ്രിൽ അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഏപ്രിൽ 15-ാം തീയതി 1912 നമ്മുടെ കപ്പൽ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഐസ്ബർഗിൽ ഇടിച്ചിട്ട് അത് ഷിപ്പ് wreck-ആയിട്ട് പോകുന്നത്. ഓക്കെ, അറ്റ്ലാന്റിക് ആയിരുന്നു ആ ഒരു സമുദ്രത്തിന്റെ പേര്. അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ജേണിയാണ്, ഓർത്തുകൊണ്ട് വെക്കുക. നെക്സ്റ്റ്, ദ ടൈറ്റാനിക് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ജേർണി ഫ്രം സൗത്ത് ആംപ്ടൺ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ സൗത്ത് ആംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത്, തുറമുഖത്തു നിന്നാണ് ഈ കപ്പൽ ആദ്യമായിട്ട് ഡിപ്പാർട്ട് ചെയ്യുന്നത്. എവിടേക്കാണ് പോകുന്നത്? ടു ന്യൂയോർക്ക്. ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. ദ പാസഞ്ചേഴ്സ് ഫെൽ സേഫ് ആൻഡ് പ്രൗഡ്. ഇത്രയും വലിയ കപ്പലായതുകൊണ്ട് തന്നെ അതിലെ ആളുകൾക്കൊക്കെ, പാസഞ്ചേഴ്സിനൊക്കെ ഭയങ്കര സേഫ് ഫീലിംഗ് ഉണ്ടായിരുന്നു, സെക്യൂർ ഫീലിംഗ് ഉണ്ടായിരുന്നു അല്ലെ. ഒന്നും സംഭവിക്കില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ദ ഷിപ്പ് എൻറ്റേർഡ് ദ നോർത്ത് അറ്റ്ലാന്റിക്. അങ്ങനെ കപ്പൽ നോർത്ത് അറ്റ്ലാന്റിക്കിലേക്ക് എത്തി. ഇറ്റ് വാസ് എ മൂൺലെസ് നൈറ്റ്. അന്ന് എന്താ അമാവാസിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ചന്ദ്രനില്ലായിരുന്നു. ഓക്കെ, രാത്രി നല്ല ഇരുട്ടായിരുന്നു എന്നർത്ഥം. എ ഹ്യൂജ് ഐസ്ബർഗ് വാസ് ഫ്ലോട്ടിംഗ് ടുവേർഡ്സ് ദ ഷിപ്പ്. ഒരു വലിയ ഐസ്ബർഗ് പതിയെ എവിടേക്ക് തന്നെ ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു? കപ്പലിൻ്റെ അടുത്തേക്ക്. നമുക്ക് തിരിച്ചും പറയാം, കപ്പൽ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞുമലയുടെ അടുത്തേക്ക് കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഷിപ്പ് ഹിറ്റ് ദ ഐസ്ബർഗ് ആൻഡ് വാസ് റാപ്പിഡ്ലി സിങ്കിങ്. അങ്ങനെ കപ്പൽ നമ്മുടെ ഐസ്ബർഗിനെ ചെറുതായിട്ട് കണ്ടിട്ട് അതിനെ ഒരൊറ്റ ഇടിച്ചു. ഇടിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് അടിയിലേക്കൊക്കെ എത്രയോ വലുതായിരുന്നു അതെന്ന്. ദ ഷിപ്പ് ഹിറ്റ് ദ ഐസ്ബർഗ് ആൻഡ് വാസ് റാപ്പിഡ്ലി മീൻസ് സ്പീഡ്ലി സിങ്കിങ്, മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ സ്മിത്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ക്യാപ്റ്റൻ സ്മിത്ത്, ഈ കപ്പലിലെ കപ്പിത്താനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് പറയുന്ന ആള് റോസ് ടു ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ റൈസ് ടു ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തിനൊത്ത് ഉയരുക. ഓക്കെ, സാഹചര്യത്തിനൊത്ത് അദ്ദേഹം ഉയർന്നു. ഹി ഷോഡ് ഗ്രേറ്റ് സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അദ്ദേഹം ഇവിടെ കാണിച്ചു. നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടർ സ്ട്രെങ്ത് കാണിക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. നീ മോഡൽ എക്സാമിനേഷൻ വളരെ സീരിയസ് ആയിട്ട് കാണുക. കാരണം പബ്ലിക് എക്സാമിനേഷൻ ഒരു എന്താ പറയുക, നമുക്കൊരു
ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗ്യസാധ്യതയായിട്ട് കാണാൻ പറ്റൂല. ഓക്കെ, ഭാഗ്യപരീക്ഷണത്തിന് നമ്മളതിന് വെക്കാൻ പറ്റൂല. സോ മോഡൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, പബ്ലിക് എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ എന്നിട്ട് ആ മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് മക്കളെ. ആ കോൺഫിഡൻസിൽ പിന്നെ ഒരു 10 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് പിന്നീട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നെഗറ്റീവ് ആണ് ആ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഈ ഒരു മാർക്ക് വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്, ആകെ ഡെസ്പായി പോകും, നമ്മളാകെ വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോയി, ഒരു മാനസികത എത്ര പഠിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മളറിയാതെ തന്നെ പോയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് കഷ്ടപ്പെട്ടിട്ട് പഠിക്കുക, പബ്ലിക് എക്സാം ആയിട്ട് കാണുക. ആ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു 10 ദിവസം മുമ്പേ നിങ്ങൾക്ക് ഈ പേപ്പർ കിട്ടുകയാണെങ്കിൽ കിട്ടും എന്തായാലും. ആ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രാക്ടീസും കൂടിയാണ് ഈ മോഡൽ എക്സാമിനേഷൻ. സോ വളരെ സീരിയസ് ആയിട്ട് കാണുക. നിങ്ങളെ എന്താ പറയുക, വീഴ്ചകളും പോരായ്മകളും ഒക്കെ ഈ പേപ്പർ കിട്ടിയിട്ട് പേപ്പർ വാങ്ങിയിട്ട് അത് മനസ്സിലാക്കുക, ടീച്ചേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഞാൻ എങ്ങനെയാണ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. അറ്റ് ദ എൻഡ് നമ്മളെ പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. ഇനി he showed great strength of character. The crew obeyed their captain's orders. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ക്യാപ്റ്റന്റെ ഓർഡർ അനുസരിച്ചു. all the lifeboats moved away with women and children. ആ ലൈഫ് ബോട്ടുകളെല്ലാം ഈ സ്ത്രീകളും കുട്ടികളെയും കയറ്റി അയച്ചു. ഓക്കെ, ഇനിയോ Now the remaining passengers in the sinking ship saw only death before them. ഇനി ബാക്കിയുള്ള വലിയ കപ്പലായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ലൈഫ് ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അവരത്ര വിചാരിച്ചോളൂ, അതിന് ആവശ്യം വരില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകൾ ബാക്കിയായി. ഓക്കെ, ഈ രക്ഷപ്പെട്ടു പോയ ആളുകൾ ഒഴികെ ഈ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കപ്പലിൽ ബാക്കിയായിട്ടുണ്ട്. ദേ സോ ഡെത്ത് ബിഫോർ ദം. അവരവരുടെ മുമ്പിൽ മരണത്തെ കാണുകയാണ്. ദ ബാൻഡ്സ്മെൻ ബിഗാൻ ടു പ്ലേ ദ ഹെം. ഹെം എന്ന് പറഞ്ഞാൽ ദൈവസ്തുതിയാണ്, ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകളാണ്. ദ ബാൻഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഇവരെ ആ കപ്പലിലുള്ള ഈ മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ മ്യൂസിക് ട്രൂപ്പ്, ആ ബാൻഡ്, ആ സംഘം എന്ത് ചെയ്തു, ആ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പാട്ടുകൾ പാടുകയാണ്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ്. എന്താ പാടുന്നത്? നിയറർ മൈ ഗോഡ് ടു തീ. ദൈവമേ, ഞങ്ങളിതാ വരുന്നേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് a grand sight, the sight of sinking ship and the playing bandsmen. അപ്പോൾ ഓതർ പറയാണ്, പോയിറ്റ് പറയാണ്, ഈ ഒരു കാഴ്ചയുണ്ടല്ലോ, ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആ കപ്പലിലൂടെ ജീവനക്കാർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിലെ ബാൻഡ് ഗായക സംഘം അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഇസ് സച്ച് എ ഗ്രാൻഡ് സൈറ്റ് എന്നാണ് പോയിറ്റ് പറയുന്നത്. മഹനീയമായ ഒരു കാഴ്ചയാണത്. ദേ വെർ ഓൾ റിയൽ ഹീറോസ്. അവരെല്ലാവരും തീർച്ചയായും റിയൽ ഹീറോസ് ആണ്. എന്താണ് കാരണം അങ്ങനെ പറയാൻ? കാരണം അവരുടെ ജീവൻ ബലി കൊടുത്തിട്ട് അല്ലെങ്കിൽ സേഫ് ആക്കാണ്ട് ബാക്കിയുള്ള ആളുകളുടെ ജീവൻ എന്ത് ചെയ്തു, സ്ത്രീകളെയും കുട്ടികളെയും പാസഞ്ചേഴ്സിനെയും ഒക്കെ കയറ്റിയൊക്കെയാണ് ചെയ്തത് അല്ലെ. അപ്പോൾ അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആസ് റിയൽ ഹീറോസ്. ദേ വർ ഈക്വൽ ടു ബുൾസോ ആൻഡ് ദ ഹീറോസ് ഓഫ് ദ ബാറ്റിൽ ഓഫ് ട്രഫാൽഗർ, ഹെൽമോ, വാട്ടർലൂ ആൻഡ് ദ ലൈറ്റ് ബ്രിഗേഡ്. ഇവർ ആരെ പോലെയാണെന്നാണ് പറയുന്നത്? ഇവിടെ നമ്മൾ പറയൂലേ, കാർഗിലിലെ നമ്മുടെ യുദ്ധവീരന്മാരെ പോലെ അല്ലേ, പുൽവയിലെ നമ്മുടെ യുദ്ധവീരന്മാരെ പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, വാട്ടർലൂ, അതുപോലെ തന്നെ ട്രഫാൽഗർ, അതുപോലെ തന്നെ ലൈറ്റ് ബ്രിഗേഡ് എന്നൊക്കെ പറയുന്നത് ഓരോ യുദ്ധങ്ങളാണ്. ആ യുദ്ധത്തിൽ എല്ലാം യുദ്ധമല്ല, ചില ആളുകൾ ചെയ്ത ധീരകൃത്യങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ ധീരകൃത്യങ്ങൾ എന്താണെന്നൊന്നും ഇപ്പോൾ നമ്മളോട് ചോദിക്കില്ല. നമ്മളിപ്പോൾ സമയത്ത് പറയേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിലൊക്കെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മളോട് ചോദിക്കൊന്നുമില്ല. ഈ 2-3 പേര് ഓർത്ത് വെച്ചാൽ മതി. വാട്ടർലൂ എന്തായാലും ഓർത്തുണ്ടാവും, ട്രഫാൽഗർ ഓർത്ത് വെക്കുക, ലൈറ്റ് ബ്രിഗേഡ് ഓർത്ത് വെക്കുക. കാർഗിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, അത് എഴുതി വെക്കരുത്. അലാമോ ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇതിലെയൊക്കെ ഹീറോസിനെ പോലെ തന്നെ ഹീറോസ് ആണ് ആരും. ആ യുദ്ധത്തിലും അല്ലെങ്കിൽ ആ അപകടങ്ങളിലൊക്കെ ആളുകളെ രക്ഷിച്ച ആളുകളെ പോലെ തന്നെ ഹീറോസ് ആണ് ആരും, നമ്മുടെ ടൈറ്റാനിക്കിലെ ജീവനക്കാരും എന്നാണ് ഓതർ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ പോകാൻ വളരെ ഈസിയാണ്. ഓക്കെ, സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കപ്പൽ മുങ്ങിയ കാര്യമൊക്കെ നമുക്ക് ഇന്നോ അറിയാം അല്ലേ. സൗത്ത് ആംപ്ടണ് ന്യൂയോർക്കിലേക്ക് പോകുന്ന കപ്പൽ ഒക്കെ അറ്റ്ലാന്റിക്കിലുള്ള ഐസ്ബർഗിൽ ഇടിച്ചു. ആ കപ്പൽ പെട്ടെന്ന് മുങ്ങി. നമ്മുടെ ക്യാപ്റ്റൻ സ്മിത്ത് എന്ത് ചെയ്തു? ഉണർന്ന് പ്രവർത്തിച്ചു. അയാൾ എന്ത് ചെയ്യാണ്? ഈ ആളുകളോട് സേവ് ചെയ്യാൻ, നമ്മുടെ കൺട്രിയെക്കുറിച്ച് ഓർക്കുക, നിങ്ങളൊരു ബ്രിട്ടീഷുകാരനാണെന്ന് ഓർക്കുക, നിങ്ങളുടെ ജീവനല്ല ഇപ്പോൾ നോക്കേണ്ടത്, നിങ്ങൾ ബാക്കിയുള്ളവരെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും ധീരന്മാരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഓതർ ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ചോദിക്കുന്ന പോയറ്റിക് ഡിവൈസസ് നോക്കാം. ദ പോയറ്റ് യൂസസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. ഓക്കെ, ഇനിയോ ദ ഷിപ്പ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ സീ ഡ്രീം ആയിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ മെറ്റഫേഴ്സ്. ഇതൊക്കെ എന്താണ്? മെറ്റഫേഴ്സ് ആണ് അല്ലേ. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണെന്ത്? മെറ്റഫർ എന്നാണ് പറയാം.
വി ക്യാൻ സീ പേഴ്സോണിഫിക്കേഷൻ ഓൾസോ. ദ ഷിപ്പ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ബ്യൂട്ടിഫുൾ ലേഡി. ഷിപ്പിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ലേഡിയെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പയർ ചെയ്യുന്നുണ്ട്. സോ അത് എന്തിന് എക്സാമ്പിളാണ്? പേഴ്സണുമായിട്ട്, ജീവനില്ലാത്ത വസ്തുവിനെ പേഴ്സണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? പേഴ്സൻ്റെ ക്വാളിറ്റീസ് കൊടുത്ത് പറയുന്നതിനെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുക. ആ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, മെറ്റഫർ ഉണ്ട്, പിന്നെ എന്താണ്, യെസ്, ഇതിനകത്ത് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പറയാം. നെക്സ്റ്റ് ഇതിൻ്റെ തീം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ദ പോം ഗിവ്സ് ദ മെസ്സേജ് ഓഫ് ട്രൂ ഹീറോയിസം. It tells us how we should act in the time of disaster. Real heroes are duty bound even in the face of death. They uphold the values of life in a crisis. Okay. ജീവമൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന, അപ്പം നിങ്ങൾക്ക് നൗഷാദിനെയൊക്കെ നിങ്ങൾക്ക് ഓർത്തോ? നൗഷാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു മാൻഹോളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു ബംഗാളിയെ രക്ഷിക്കാൻ വേണ്ടി, ഒരു ബംഗാളി എന്ന് പറയുമ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ എന്ത് ചെയ്യാണ്, ബലി കൊടുക്കുകയാണ്. ഈ റീസെൻ്റ്ലി നമ്മുടെ സമകാലീനായിട്ടുള്ള ഈ ഒരു പേര്. അപ്പോൾ ഇതങ്ങനെയുള്ള സാധനങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ മുമ്പൊക്കെ ആയിട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ട്രൂ ഹീറോയിസം നമ്മൾ നിപ്പ സമയത്താണെങ്കിലും അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും ഒക്കെ ഒരുപാട് കണ്ടതാണ്. നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കണ്ടതാണ്. സോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്കൊക്കെ കൊടുക്കാം. നെക്സ്റ്റ് ഇതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വൈ വുഡ് ദ സ്റ്റോറി ഓഫ് ടൈറ്റാനിക് ബി റിമെമ്പേർഡ് ഓൾവേസ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് ദ ടൈറ്റാനിക് വുഡ് ബി റിമെമ്പേർഡ് ഓൾവേസ് ബിക്കോസ് ഓഫ് 2 റീസൺസ്. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഇതെപ്പോഴും ഓർത്തു വെക്കുന്നത്. കാരണം ഫസ്റ്റ്, ഇറ്റ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാരിടൈം ട്രാജഡി എവർ ഒക്കേർഡ് ഇൻ ദ വേൾഡ് ഹിസ്റ്ററി. ലോക ചരിത്രത്തിലെ ഇത്രയും വലിയൊരു അപകടം കപ്പലിൽ നടന്നത് അല്ലെങ്കിൽ കടലിൽ നടന്നത് ആദ്യമായിട്ടാണ്. സെക്കൻഡ്, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. ദെൻ ദ സാക്രിഫൈസ് one sailor made by sending another person in his place, accepting the death voluntarily. സ്വയം മരണം വരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് തൻ്റെ സ്ഥാനം വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ തൻ്റെ ബോട്ട് വിട്ടുകൊടുത്തിട്ട് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ ധീരത അല്ലേ, വിൽ ബി റിമെമ്പേർഡ് ഓൾവേസ്. ദർ ഇസ് നോ സാക്രിഫൈസ് ഗ്രേറ്റർ ദാൻ ഗിവിംഗ് അപ്പ് വൺസ് ലൈഫ് ഫോർ വൺസ് ഫ്രണ്ട്. നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ത്യാഗം വേറെ ഇല്ല എന്നതാണ് ആ ഒരു പോത്തിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പോം എന്ന് പറയുന്നത്. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗ്രാമർ ആയിക്കോട്ടെ, ഡിസ്കോഴ്സസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം നമ്മുടെ 7 മണിയുടെ ലൈവിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ടും ആ സമയത്ത് ഉപയോഗപ്പെടുത്തുക. അടിപൊളിയായിട്ട് നമ്മുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 7 മണി മറക്കണ്ട. താങ്ക് യു.